എല്ലാവർക്കും അവോധയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ അപ്പൊ ഇന്ന് നോക്കാൻ പോകുന്നത് അന്തരീക്ഷമാണ്. നമ്മൾ ടോപ്പിക് വരുന്നത് ഇന്ന് അന്തരീക്ഷമാണ്. നമ്മൾ ഭൂമിയുടെ ഘടനയും ശാസ്ത്രവും എല്ലാം നമ്മൾ പ്രീവിയസ് ക്ലാസ്സസിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ആ ക്ലാസ്സിൽ തന്നെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പറഞ്ഞു തീർത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, നിങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് അന്തരീക്ഷമാണ് കേട്ടോ. നമുക്കറിയാം അറ്റ്മോസ്ഫിയർ അല്ലെ, അന്തരീക്ഷമാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ് നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ ശരീരത്തിന്റെ ഗുരുത്വാകർഷണം അല്ലേ, ശരീരത്തിന്റെ ഗുരുത്വാകർഷണത്താൽ നിലനിൽക്കുന്ന ഒരു ഗ്രഹത്തിനോ മതിയായ പിണ്ഡമുള്ള മറ്റു ഭൗതിക ശരീരത്തിനോ ചുറ്റുമുള്ള വാതകങ്ങളുടെ ഒരു പാളിയാണ് നമ്മൾ അന്തരീക്ഷം എന്ന് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എന്താന്ന് ഭയങ്കരമായിട്ടൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. ഇതെന്തായി ടീച്ചർ പറഞ്ഞേ എന്ന് ഇങ്ങനെ ആലോചിക്കുന്നത്, എന്താ ഇപ്പൊ പറഞ്ഞേ എന്ന് ആലോചിക്കുന്നവരുണ്ടാവും അല്ലെ. അതെന്താണെന്ന് പറഞ്ഞുതരാം. നമ്മളിവിടെ ഗുരുത്വാകർഷണം മൂലമല്ലേ നിൽക്കുന്നത്. നമുക്ക് ഒരു ആകർഷണം ഉണ്ട്, അതുകൊണ്ടാണ് എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നത് അല്ലെ. ആകർഷണമുണ്ട്. ഈ ആകർഷണം മൂലമാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഈ ഗുരുത്വാകർഷണത്തിന്റെ ഫലമായിട്ട് ഉള്ളൊരു ഭാഗത്താണ് ഈ അന്തരീക്ഷം. ഇതെല്ലാം എന്താണ്, അന്തരീക്ഷമാണ് അല്ലെ. ഞാനിപ്പോ ഈ നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം എന്താണ്, അന്തരീക്ഷത്താൽ ചുറ്റപ്പെട്ട ഭാഗങ്ങളാണ് അല്ലെ. അതാണ് നമ്മൾ അന്തരീക്ഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഗ്രഹത്തിനോ ഈ അന്തരീക്ഷമായിട്ട്, ഗ്രഹം എന്താണ്, ഭൂമി ഒരു ഗ്രഹമല്ലേ. ആ ഭൂമി എന്താണ്, ഈ ഒരു അന്തരീക്ഷത്തിൽ തന്നെ നിലനിൽക്കുന്നവയാണ്. ചൂടും തണുപ്പും വെയിലും മഴയും എല്ലാം ഉള്ളത് അല്ലെ. ആ ഒരു അന്തരീക്ഷവുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ്. ആ ഗ്രഹത്തിലോ അല്ലെങ്കിൽ ആ ഗ്രഹത്തിൽ വസിക്കുന്ന പിണ്ഡമുള്ള പല കാര്യങ്ങളിലോ എന്തൊക്കെയാണോ ഉള്ളത് അവയുമായിട്ട് എന്താണ്, അന്തരീക്ഷം ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഭൂമിയെ പൂർണ്ണമായും ചുറ്റുന്ന വായുവിന്റെ ആവരണം അന്തരീക്ഷം എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്, ഭൂമിയെ പൂർണ്ണമായും ചുറ്റുന്ന വായുവിന്റെ ആവരണം. വായുവിന്റെ ആവരണമാണ് നമ്മൾ എന്ത് പറയുന്നത്, അന്തരീക്ഷം എന്ന് പറയുന്നത്. എന്താണ്, ഭൂമിയെ പൂർണ്ണമായും ചുറ്റുന്ന വായുവിന്റെ ആവരണത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അന്തരീക്ഷം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അന്തരീക്ഷം ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 1000 കിലോമീറ്റർ വരെ നീളുന്നുണ്ട്. എത്രയാണ്, 1000 കിലോമീറ്റർ വരെയാണ് ഇതിന്റെ അന്തരീക്ഷം നീളുന്നത്. ആയിരം കിലോമീറ്റർ വരെ എന്താണ്, അന്തരീക്ഷം നീളുന്നുണ്ട്. എന്നാൽ അന്തരീക്ഷത്തിന്റെ മൊത്തം പിണ്ഡത്തിന്റെ 99% എന്താണ്, 32 കിലോമീറ്ററിനുള്ളിലാണ് ഉള്ളത്. എന്താണ്, അന്തരീക്ഷത്തിന്റെ മൊത്തം പിണ്ഡത്തിന്റെ 99% എന്താണ്, 32% എന്താണ്, ഇതിന് 32 കിലോമീറ്ററിനകത്താണുള്ളത് കേട്ടോ. ഈ 1000 കിലോമീറ്റർ വരെയാണ് അന്തരീക്ഷം നീളുന്നത്. അതിനകത്ത് 99% എന്താണ്, 32 കിലോമീറ്റർ എന്താണ്, ഇതിന്റെ അകത്തായിട്ട് ഭാഗമാണ് നമ്മൾ 99% ഭാഗങ്ങളും പറയുന്നത് കേട്ടോ. ഭൂമിയുടെ ഗുരുത്വാകർഷണത്താൽ എന്താണ്, അന്തരീക്ഷം ഇത് നിലനിർത്തുന്നുണ്ട്. ഭൂമിയുടെ എന്താണ്, ഗുരുത്വാകർഷണം മൂലം. ഭൂമിയുടെ ഗുരുത്വാകർഷണം മൂലം
എന്താണ്? അന്തരീക്ഷം നിലനിർത്തുകയാണ് ചെയ്യുന്നത്. അന്തരീക്ഷം നിലനിർത്തുന്നു. എന്താണ്? ഭൂമിയുടെ ഗുരുത്വാകർഷണം മൂലം എന്താണ്? അന്തരീക്ഷം നിലനിർത്തുകയാണെന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് അന്തരീക്ഷത്തിന്റെ ഘടനയാണ് കേട്ടോ. അന്തരീക്ഷത്തിന്റെ വാതകങ്ങളുടെ ശതമാനങ്ങളും എത്രമാത്രമാണ് ഉള്ളത് എന്നൊക്കെയാണ് നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്. അന്തരീക്ഷത്തിന്റെ ഘടന. നമുക്ക് അന്തരീക്ഷത്തിന്റെ ഘടന നോക്കാം. എത്ര ശതമാനങ്ങളാണ് നമ്മുടെ അന്തരീക്ഷത്തിലുള്ള വാതകങ്ങൾ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ആദ്യം തന്നെ വരുന്നത് നൈട്രജൻ ആണ്. നൈട്രജൻ എത്ര ശതമാനമുണ്ട്? 78% എന്താ? നൈട്രജന്റെ ഭാഗം അന്തരീക്ഷത്തിൽ വരുന്നത് എന്താണ്? നൈട്രജന്റെ ഭാഗം വരുന്നത് 78%. ഓക്സിജൻ വരുന്നത് 21% കേട്ടോ. എത്രയാണ്? 21% ഇതില് ഓക്സിജൻ വരുന്നത്. 21% ഓക്സിജൻ എന്ന് പറയുന്നത്. എത്രയാണ്? നൈട്രജന്റെ ഭാഗം എന്ന് പറയുന്നത് 78%, ഓക്സിജന്റെ ഭാഗം എന്ന് പറയുന്നത് എത്രയാണ്? 21%. അടുത്തത് ആർഗോൺ. ആർഗോൺ എന്ന് പറയുന്നത് 0.98%. എത്രയാണ്? 0.98% ആണ് അന്തരീക്ഷത്തിന്റെ ഘടനയിൽ ആർഗോണിന്റെ ഭാഗം വരുന്നത്. അടുത്തത് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നത് എത്രയാണെന്നാണ് ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നത് 0.03% ആണ് കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നത്. ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നത് 0.03% ആണ് അന്തരീക്ഷത്തിന്റെ ഘടനയിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഭാഗം എന്ന് പറയുന്നത്. നൈട്രജന്റെ എത്രയാണ്? 78% ആണ്. ഓക്സിജൻ വരുമ്പോൾ അത് എത്രയാണ്? 21% ആണ്. അതിനുശേഷം ആർഗോൺ വരുമ്പോൾ എത്രയാണ്? 0.98% ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് വരുമ്പോഴോ 0.03% ആണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് നമ്മുടെ അന്തരീക്ഷത്തില് വരുന്നത്. ഇനി അടുത്തത് നിയോൺ. നിയോണിന്റെ അളവ് എത്രയാണെന്നാണ്? 0.0018%. എത്രയാണ്? 0.0018% ആണ് അന്തരീക്ഷത്തില് നിയോണിന്റെ ഭാഗങ്ങൾ വരുന്നത് കേട്ടോ. അടുത്തത് ഹീലിയം ആണ്. 0.005% ആണ് എന്താ? ഹീലിയത്തിന്റെ അളവായിട്ട് വരുന്നത്. നിയോൺ എത്രയാണ്? 0.0018%. ഹീലിയം വരുമ്പോൾ എത്രയാണ്? 0.005% ഹീലിയം വരുന്നത്. അടുത്തത് ഓസോൺ. ഓസോൺ വരുമ്പോൾ എത്ര ഭാഗങ്ങളാണ് വരുന്നത്? ഓസോൺ വരുമ്പോഴേക്കും 0.0006% ആണ് ഓസോണിന്റെ ഭാഗമായിട്ട് വരുന്നത്. അതിനുശേഷം ഹൈഡ്രജൻ വരുമ്പോഴോ ഹൈഡ്രജൻ വരുമ്പോഴേക്കും 0.00005% ആണ് എന്താ? ഹൈഡ്രജന്റെ അളവ് ഇതിൽ വരുന്നത്. അപ്പം അന്തരീക്ഷത്തിന്റെ ഘടനയിൽ എന്തൊക്കെയാണ്? നൈട്രജൻ, ഓക്സിജൻ, ആർഗോൺ, കാർബൺ ഡൈ ഓക്സൈഡ്, നിയോൺ, ഹീലിയം, ഓസോൺ, ഹൈഡ്രജൻ. ഇത്രയും വാതകങ്ങളാണ് നമ്മുടെ അന്തരീക്ഷത്തിന്റെ ഘടനയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പം നൈട്രജന്റെ എത്രയാണ് വരുന്നത്? 78% ആണ് അന്തരീക്ഷത്തിന്റെ ഘടനയിൽ നൈട്രജന്റെ ഭാഗം എന്ന് പറയുന്നത്. അതിനുശേഷം ഓക്സിജൻ ആണ് വരുന്നത്. ഓക്സിജന്റെ ഭാഗം എന്ന് പറയുമ്പോൾ എത്രയാണ്?
21% ആണ് ഓക്സിജന്റെ ഭാഗം എന്ന് പറയുന്നത്. അതിനുശേഷം ആർഗോൺ ആണ്. ആർഗോൺ വരുമ്പോൾ എന്താണ് 0.98% ആണ് ആർഗോൺ അന്തരീക്ഷത്തിന്റെ ഘടനയിൽ ആർഗോൺ വരുന്നത്. അതിനുശേഷം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് വരുന്നത്. 0.03% ആണ് എന്താ അന്തരീക്ഷത്തിന്റെ ഘടനയിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഭാഗം എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ നിയോണിലേക്ക് നോക്കിയപ്പോഴോ അവിടെ നിന്നെല്ലാം എന്താണ് കുറവാണ് ഇവിടെ വരുന്നത് അല്ലെ. 0.0018% ആണ് നിയോണിന്റെ ഭാഗം വരുന്നത്. ഹീലിയത്തിലേക്ക് വരുമ്പോഴോ 0.005% ഹീലിയവും ഓസോൺ വരുമ്പം 0.0006%. ഹൈഡ്രജനിലേക്ക് വരുമ്പോൾ എത്രയാണ് 0.00005% ഹൈഡ്രജന്റെ ഭാഗം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അന്തരീക്ഷത്തിന്റെ ഘടനയിലെ വാതകങ്ങളുടെ അളവുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് അന്തരീക്ഷത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞത്, എന്താണ് അന്തരീക്ഷമെന്നും അന്തരീക്ഷത്തിന്റെ ഘടനയുമാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഇനി അന്തരീക്ഷത്തില് ഈ നമ്മുടെ ഈ പറയുന്ന അന്തരീക്ഷത്തിൽ ഒരു ചെറിയ അളവില് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. അന്തരീക്ഷത്തിൽ എന്താണ് ഒരു ചെറിയ അളവില് അന്തരീക്ഷത്തില് ചെറിയ അളവില് കാർബൺ ഡൈ ഓക്സൈഡ് കാണുന്നുണ്ട്. അന്തരീക്ഷത്തിൽ എന്താണ് ചെറിയ അളവില് കാർബൺ ഡൈ ഓക്സൈഡ് എന്താണ് അന്തരീക്ഷത്തില് കാണുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഇത് എന്താണ് നമ്മുടെ വായുവിന്റെ ഒരു പ്രധാന ഘടകമാണ് എന്താ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ വായുവിലെ ഒരു പ്രധാന ഘടകമാണ് എന്താ കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നത്. വായുവിലെ ഒരു പ്രധാന ഘടകമാണ് എന്താ CO2 എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ്? കാരണം എന്ന് പറയുന്നത് ഇതിന് ചൂടില്ലേ, ഇതിന് ചൂടിനെ ആഗിരണം ചെയ്യാനും അതേപോലെ തന്നെ എന്താണ് നമ്മുടെ അന്തരീക്ഷത്തെ ചൂടാക്കി വെക്കാനും എന്താണ് ഈ കാർബൺ ഡൈ ഓക്സൈഡിന് കഴിവുണ്ട്. അതായത് എന്താണ് പറയുന്നത്, ചൂട് ആഗിരണം, അതായത് ചൂടിനെ ആഗിരണം ചെയ്യാനും അതേപോലെ തന്നെ എന്താണ് അന്തരീക്ഷത്തില് ഒരു ചൂട് കൊണ്ടുവരാനും അതുവഴി എന്താണ് ഭൂമിയുടെ ചൂടിന്റെ സന്തുലിതാവസ്ഥ, ഈ അവസ്ഥ ഉണ്ടല്ലോ ഇതിനെ ബാലൻസ് ചെയ്യാൻ, ഈ ഭൂമിയില് ചൂടിനെ എന്താണ് ബാലൻസ് ചെയ്യാനുള്ള കഴിവ് എന്താണ് CO2-ന് ഉണ്ട്. എന്തുകൊണ്ടാണ് CO2-ന്റെ ചൂടിനെ ആഗിരണം ചെയ്യാനും അതുവഴി എന്താണ് ഭൂമിയെ ചൂടാക്കി വെക്കാനും ഭൂമിയെ ചൂടാക്കി വെക്കാനും അതുപോലെ തന്നെ എന്താണ് ഈ ഭൂമിയുടെ അതായത് ബാലൻസ് ചെയ്യുന്നില്ല, ചൂട് ബാലൻസ് ചെയ്യുന്നില്ല ഭൂമിയിൽ, അതിനെ ബാലൻസ് ചെയ്യാനും എന്താണ് CO2 അത്യാവശ്യമാണ്. ഭൂമിയിൽ എന്താണ് ചൂടിനെ ബാലൻസ് ചെയ്യാനും എന്തൊക്കെയാണ് പറയുന്നത്, അന്തരീക്ഷത്തിൽ ഒരു ചെറിയ അളവിൽ എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് കാണപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഈ വായുവിലെ പ്രധാന ഒരു ഘടകമാണ് എന്താ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്.
എന്താണ് ചൂടിനെ ആഗിരണം ചെയ്യാനും അതേപോലെ തന്നെ എന്താണ് ഭൂമിയെ ചൂടാക്കി വെക്കാനും ഈ ഭൂമിയിലെ എന്താണ് ചൂടിനെ ബാലൻസ് ചെയ്യാനും എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് അത്യന്താപേക്ഷിതമായ ഒന്നായിട്ടാണ് പറയുന്നത്. എന്തൊക്കെയാണ്? വായുവിലെ പ്രധാന ഘടകമായിട്ട് CO2 വരികയും ചൂടിനെ എന്താണ് ആഗിരണം ചെയ്യുകയും ഭൂമിയെ ചൂടാക്കി വെക്കുകയും അതേപോലെ തന്നെ ഭൂമിയിലെ ചൂടുണ്ടല്ലോ, നമ്മുടെ ഭൂമിയിൽ അന്തരീക്ഷത്തിൽ കിട്ടുന്ന ചൂടിനെ എന്താണ് ബാലൻസ് ചെയ്യാനും എന്താണ് CO2-ന് കഴിവുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അന്തരീക്ഷത്തില് പറയുന്നത്. കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇനിയുണ്ട് കേട്ടോ. ഓക്കെ, ഇത് കൂടുതലായിട്ടും എന്താണ് പൊടിയില്ലേ, നമ്മുടെ പൊടി, ഈ പൊടി തടയുന്നതിനും അതേപോലെ തന്നെ എന്താണ് ഇൻകമിങ് ഇൻസോളേഷനെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്ന എന്താണ് ഈ അന്തരീക്ഷമാണ്. എന്തൊക്കെയാണ്? പൊടി തടയുകയും അതുപോലെ തന്നെ എന്താണ് ഇൻകമിങ് ഇൻസോളേഷനെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. പൊടി തടയുകയും അതേപോലെ തന്നെ എന്താണ് ഇൻകമിങ് ഇൻസോലേഷൻ എന്താണ് പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ അന്തരീക്ഷത്തിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നോക്കിയത്. എന്തൊക്കെയാണ്? ഭൂമിയെ പൂർണ്ണമായും ചുറ്റുന്ന വായുവിന്റെ ആവരണത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അന്തരീക്ഷം എന്ന് പറയുന്നത്. എന്താണ്? ഭൂമിയെ പൂർണ്ണമായും ചുറ്റുന്ന വായുവിന്റെ ആവരണത്തെയാണ് നമ്മൾ അന്തരീക്ഷം എന്ന് പറയുന്നത്. 1000 കിലോമീറ്റർ വരെ എന്താണ് അന്തരീക്ഷം നീളുന്നു. അതായത് 1000 കിലോമീറ്റർ വരെയാണ് എന്താണ് അന്തരീക്ഷം നീളുന്നത്. അതിനകത്ത് 99% എന്താണ് 32 കിലോമീറ്ററോളം എന്താണ് അകത്താണ്. ഇതിനകത്ത് 99% 32 കിലോമീറ്റർ എന്താണ് അകത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയുടെ ഗുരുത്വാകർഷണം ഉണ്ടല്ലോ, ഭൂമിയുടെ ഗുരുത്വാകർഷണം മൂലമാണ് എന്താ അന്തരീക്ഷം നിലനിർത്തുന്നത് എന്ന് പറഞ്ഞു. ഭൂമിയുടെ ഗുരുത്വാകർഷണം മൂലമാണ് അന്തരീക്ഷം നിലനിർത്തുന്നത്. എന്തൊക്കെയാണ് പറയുന്നത്? ഭൂമിയെ പൂർണ്ണമായും ചുറ്റുന്ന വായുവിന്റെ ആവരണമാണ് നമ്മൾ അന്തരീക്ഷം എന്ന് പറഞ്ഞു. 1000 കിലോമീറ്റർ വരെ എന്താണ് അന്തരീക്ഷം നീളുകയും അതിൽ 99% 32 കിലോമീറ്റർ എന്താണ് അകത്തുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയുടെ ഗുരുത്വാകർഷണം മൂലം എന്താണ് അന്തരീക്ഷം നിലനിന്ന് പോവുകയും അന്തരീക്ഷത്തിന്റെ ഘടനയാണ് നമ്മൾ അടുത്തതായിട്ട് പറഞ്ഞത്. അന്തരീക്ഷത്തിന്റെ ഘടനയിൽ അന്തരീക്ഷത്തില് നൈട്രജൻ, ഓക്സിജൻ, ആർഗോൺ, കാർബൺ ഡൈ ഓക്സൈഡ്, നിയോൺ, ഹീലിയം, ഓസോൺ, ഹൈഡ്രജൻ എന്നീ കാര്യങ്ങളാണ് നമുക്ക് അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്നത്. നമുക്ക് അതിനകത്ത് അളവുകളാണ് പറഞ്ഞിരിക്കുന്നത്. നൈട്രജൻ എത്രയാണ്? 78% ആണ് നൈട്രജൻ അന്തരീക്ഷത്തിൽ കാണുന്നത്. ഓക്സിജൻ വരുമ്പോഴേക്കും 21% ആണ് അന്തരീക്ഷത്തിൽ വരുന്നത്. ആർഗോൺ വരുമ്പം 0.98%, കാർബൺ ഡൈ ഓക്സൈഡ് വരുമ്പോൾ എത്രയാണ്? 0.03%മാണ് കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിന്റെ ഘടനയിൽ അന്തരീക്ഷത്തിൽ വരുന്നത്. അതിനുശേഷം നിയോണിലേക്ക് എത്തുമ്പോഴോ 0.0018% നിയോണും, ഹീലിയം വരുമ്പം 0.005%, ഓസോൺ വരുമ്പോഴേക്കും 0.00006%, ഹൈഡ്രജൻ വരുമ്പോഴേക്കും 0.00005%മാണ് എന്താ നമ്മുടെ ഹൈഡ്രജന്റെ അളവ്, അതായത് അന്തരീക്ഷത്തിലെ അളവെന്ന് പറയുന്നത്. അതേപോലെ തന്നെ അന്തരീക്ഷത്തിൽ എന്താണ് ഒരു ചെറിയ അളവില് കാർബൺ ഡൈ ഓക്സൈഡ് കാണപ്പെടുന്നുണ്ട്. അന്തരീക്ഷത്തില് ഒരു ചെറിയ അളവിൽ എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് കാണുന്നുണ്ട്. അതായത് വായുവിലെ പ്രധാന ഘടകമാണ് എന്താ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. വായുവിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് CO2 എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അതേപോലെ തന്നെ എന്താണ് CO2ന്റെ ഒരു പ്രത്യേകത എന്താണ്? ചൂടിനെ ആഗിരണം ചെയ്യുവാനും അതേപോലെ തന്നെ എന്താണ് ഭൂമിയെ ചൂടാക്കി വെക്കുവാനും ഭൂമിയിലെ ചൂടിനെ എന്താണ് കൂടുതലായിട്ട് ബാലൻസ് ചെയ്യാനുമുള്ള കഴിവ് എന്താണ് CO2ന് ഉണ്ട്. എന്തൊക്കെയാണ്? വായുവിലെ പ്രധാന ഘടകമായിട്ടുള്ള CO2 എന്ന് പറയുന്നത് ചൂടിനെ ആഗിരണം ചെയ്യുവാനും ഭൂമിയിലെ ചൂടാക്കി വെക്കുവാനും അതേപോലെ എന്താണ് ഭൂമിയിലെ ചൂടിനെ ബാലൻസ് ചെയ്യാനുള്ള കഴിവ് എന്താണ് കാർബൺ ഡൈ ഓക്സൈഡിന് ഉണ്ട്. അതുപോലെ തന്നെ
പൊടി തടയുകയും ഇൻകമിങ് ഇൻസൊലേഷൻ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നത് എന്താണ്? അന്തരീക്ഷമാണ് എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇത്രയും അന്തരീക്ഷത്തിൽ ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ അതൊക്കെ അറിയാലോ. അതൊക്കെയാണ് നമ്മൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ നമ്മളത് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, ഇനി അത് നമുക്ക് നോക്കാം, എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അന്തരീക്ഷത്തിന്റെ പാളികളാണ്. അപ്പൊ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കി അല്ലെ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കി, അന്തരീക്ഷത്തിന്റെ അളവും അതേപോലെ അന്തരീക്ഷത്തിന്റെ ഘടനയും എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അന്തരീക്ഷത്തിലെ പാളികളാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. അന്തരീക്ഷത്തിലെ പാളികൾ നമ്മൾ കൊച്ചു ക്ലാസ് മുതൽ നമ്മളത് പഠിച്ചിട്ടുണ്ട് അല്ലെ. അന്തരീക്ഷത്തിലെ പാളികൾ ഏതൊക്കെയാണെന്ന് നമ്മൾ ഓൾറെഡി കൊച്ചു ക്ലാസ്സിലെ മുതലേ പഠിച്ചിട്ടുണ്ട്. അതേപോലെ നമ്മുടെ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ അതിൽ സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ അന്തരീക്ഷത്തിലെ പാളികളായിട്ട് വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ട്രോപ്പോസ്ഫിയർ ആണ് കേട്ടോ. ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ട്രോപ്പോസ്ഫിയർ എന്താണ് ട്രോപ്പോസ്ഫിയർ? ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? നമ്മൾ കൊച്ചു ക്ലാസ്സിലൊക്കെ ട്രോപ്പോസ്ഫിയറും മിസോസ്ഫിയറും തെർമോസ്ഫിയറും ഒക്കെ നമ്മളൊരു 8th നമ്മൾ പഠിച്ചിട്ടുണ്ട്. 8th or 9th ആ ക്ലാസ്സിലൊക്കെ നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ടുള്ള. അപ്പൊ എന്താണ് നമുക്ക് നോക്കാം. ട്രോപ്പോസ്ഫിയർ എന്ന് വെച്ചാൽ ഇത് അന്തരീക്ഷത്തിന് എന്താണ്? ആദ്യ പാളിയാണ് നമ്മൾ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. നമ്മൾ അന്തരീക്ഷം ഉണ്ടല്ലോ, ഈ അന്തരീക്ഷത്തിന് ഫസ്റ്റ് ലെയർ ആണ് നമ്മൾ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. ഭൂമധ്യരേഖയിൽ 18 കിലോമീറ്റർ ഉയരത്തിലും ധ്രുവങ്ങളിൽ എന്താണ് 8 കിലോമീറ്ററിലുമാണ് ട്രോപ്പോസ്ഫിയർ സ്ഥിതി ചെയ്യുന്നത്. എന്താണ്? അന്തരീക്ഷത്തിന്റെ ആദ്യത്തെ പാളിയാണ് എന്താ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിന്റെ ആദ്യ പാളിയാണ് എന്താ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. അതിനകത്ത് എന്താണ്? ഭൂമധ്യരേഖയിൽ 18 കിലോമീറ്റർ, ഭൂമധ്യരേഖയിൽ എത്രയാണ്? 18 കിലോമീറ്ററും പിന്നെ എന്താണ്? ധ്രുവങ്ങളില് 8 കിലോമീറ്റർ. ധ്രുവങ്ങളില് 8 കിലോമീറ്റർ ഉയരത്തിലുമാണ്. അന്തരീക്ഷത്തിന്റെ ആദ്യ പാളിയാണ് നമ്മൾ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. ഭൂമധ്യരേഖയിൽ വരുമ്പം 18 കിലോമീറ്റർ ഉയരത്തിലും ധ്രുവങ്ങൾ വരുമ്പോൾ എത്രയാണ്? 8 കിലോമീറ്റർ ഉയരത്തിലുമാണ് ട്രോപ്പോസ്ഫിയർ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഈ പാളിയിൽ ട്രോപ്പോസ്ഫിയറിന്റെ ഈ പാളിയിൽ വരുന്തോറും എന്താണ്? ഉയരം കൂടുന്തോറും എന്താണ്? ഇതിന്റെ താപനില കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഈ പാളിയിൽ എന്താണ്? ഉയരം അനുസരിച്ച് വരുമ്പം എന്താണ്? നമ്മുടെ താപനില കുറഞ്ഞു വരുന്നു. ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കുറഞ്ഞു വരുന്നു. നമ്മുടെ മോഹൻലാലിന്റെ പരസ്യം കണ്ടില്ലേ? ഉയരം കൂടുന്നതിനനുസരിച്ച് എന്താണ്? ചായയുടെ ടേസ്റ്റ് കൂടുന്ന പറയില്ലേ? അതേപോലെ ഉയരം കൂടുന്നതിനനുസരിച്ച് എന്താണ്? ട്രോപ്പോസ്ഫിയർ വരുമ്പം താപനില കുറഞ്ഞു വരിക ചെയ്യുന്നത്. താപനില കുറഞ്ഞു വരുന്നു. ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് എന്താണ്? താപനില കുറഞ്ഞു വരികയാണ് കേട്ടോ ചെയ്യുന്നത്. ഉയരത്തിനനുസരിച്ച് വായുവിന്റെ സാന്ദ്രത കൂടുകയും എന്താണ്? ചൂട് ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നത് കുറവാണെന്നാണ് ഇതിന് കാരണമായിട്ട് വരുന്നത്. എന്താണ്? ഉയരത്തിനനുസരിച്ച് എന്താണ്? വായുവിന്റെ സാന്ദ്രത കുറയുന്നു.
വായുവിൻ്റെ സാന്ദ്രത കുറയുന്നു. ഉയരത്തിനനുസരിച്ച് എന്താണ്? വായുവിന്റെ സാന്ദ്രത കുറയുന്നത് കൊണ്ട് ആണ് എന്താണ് ഇതിനെ താപനില ആഗിരണം ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് ഉയരത്തിനനുസരിച്ച് വായുവിന്റെ സാന്ദ്രത കുറയുന്നത് മൂലം എന്താണ് നമ്മുടെ ചൂടിനെ ഇത് ആഗിരണം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ എന്താണ് ചൂട് കുറഞ്ഞു വരുന്നത് കേട്ടോ. ഓക്കെ, അന്തരീക്ഷത്തില് 90% വാതകങ്ങൾ എന്താണ് ട്രോപ്പോസ്ഫിയറിലാണ് സ്ഥിതി ചെയ്യുന്നത്. 90% വാതകങ്ങളും എന്താണ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ട്രോപ്പോസ്ഫിയറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ട്രോപ്പോസ്ഫിയറിൽ ഇതില് ഭൂരിഭാഗം ജലബാഷ്പങ്ങളും ഈ പാളിയില് മേഘങ്ങൾ രൂപപ്പെടുന്നതിനാൽ എല്ലാ കാലാവസ്ഥാ മാറ്റങ്ങളും ട്രോപ്പോസ്ഫിയറിലാണ് സംഭവിക്കുന്നത്. എന്തൊക്കെയാണ്? ഭൂരിഭാഗം ജലബാഷ്പങ്ങളും ഈ പാളിയിൽ മേഘങ്ങൾ രൂപപ്പെടുന്നു. അതായത് നമ്മുടെ മഴ പെയ്യുന്നില്ലേ, ഈ മഴ പെയ്യുന്നതിനകത്ത് നമ്മുടെ ട്രോപ്പോസ്ഫിയർ ആണ് വരുന്നത്, ഫസ്റ്റ് ലെയർ ആയിട്ടാണ് വരുന്നത്. നമ്മുടെ മഴ പെയ്യുന്നതിനൊക്കെയുള്ള മേഘപാളികളിലെ ഇവിടെ രൂപപ്പെടുന്നത് കൊണ്ട് എന്താണ് എല്ലാ കാലാവസ്ഥാ മാറ്റങ്ങളും എന്താണ് ട്രോപ്പോസ്ഫിയറിലാണ് സംഭവിക്കുന്നത്. ഭൂരിഭാഗം ജലബാഷ്പങ്ങളും ഈ അന്തരീക്ഷത്തിനുള്ളത് കൊണ്ട് എന്താണ് അതുകൊണ്ട് എന്താണ് ഇവിടെ എല്ലാ കാലാവസ്ഥാ വ്യതിയാനങ്ങളും എവിടെയാണ് സംഭവിക്കുന്നത്? നമ്മുടെ ട്രോപ്പോസ്ഫിയറിൽ സംഭവിക്കുന്നുണ്ട്. ഇവിടെ സംഭവിക്കുന്നു. ഭൂരിഭാഗം ജലബാഷ്പങ്ങൾ എന്താണ് ഈ അന്തരീക്ഷത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ കാലാവസ്ഥാ വ്യതിയാനങ്ങളെല്ലാം എന്താണ് ട്രോപ്പോസ്ഫിയറിലാണ് സംഭവിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, താപനില കുറയുന്നത് നിലനിർത്തുന്ന ഉയരത്തെ ട്രോപ്പോപോസ് എന്നാണ് വിളിക്കുന്നത്. ഈ താപനില നമ്മൾ പറഞ്ഞില്ലേ കുറയുന്നത്, ഈ താപനില കുറയുന്നത് നിരത്തുന്ന ഉയരത്തെ എന്താണ് നമ്മൾ ട്രോപ്പോസ്ഫിയർ എന്നാണ് വിളിക്കുന്നത്. ഇത് താപനില -58°C വരെ കുറവായിരിക്കും. താപനില കുറയുന്നത് നിലനിർത്തുന്നതിനെ നമ്മൾ എന്താണ് പറഞ്ഞത്? ട്രോപ്പോപോസ് എന്നാണ് വിളിക്കുന്നത്. ട്രോപ്പോപോസ് എന്നാണ് താപനില കുറയുന്നതിന് നിലനിർത്തുന്നതിനെ നമ്മൾ എന്താണ് ട്രോപ്പോപോസ് എന്നാണ് വിളിക്കുന്നത്. ഇവിടെ താപനില എത്രയാണ്? -58°C വരെ കുറവായിരിക്കും എന്നാണ് പറഞ്ഞത്. താപനില -58° വരെ എന്താണ് കുറവായിരിക്കും. -58° വരെ എന്താണ് നമ്മുടെ ട്രോപ്പോസ്ഫിയറിലെ താപനില കുറവായിരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ട്രോപ്പോസ്ഫിയറിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? അന്തരീക്ഷത്തിലെ പാളികളെ ഫസ്റ്റ് പാളി നമ്മൾ നോക്കിയത് ട്രോപ്പോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയറിലെ അന്തരീക്ഷത്തിന്റെ ആദ്യ പാളിയായിട്ടാണ് എന്താ നമ്മൾ ട്രോപ്പോസ്ഫിയർ പറഞ്ഞത്. ഭൂമധ്യരേഖയിൽ എന്താണ് 18 കിലോമീറ്റർ ധ്രുവങ്ങളിലും അതേപോലെ എന്താണ് ഭൂമധ്യരേഖയിൽ 18 കിലോമീറ്റർ ഉയരത്തിലും അതേപോലെ ധ്രുവങ്ങളിൽ എന്താണ് 8 കിലോമീറ്റർ ഉയരത്തിലുമാണ് ട്രോപ്പോസ്ഫിയർ സ്ഥിതി ചെയ്യുന്നത്.
ഉയരം കൂടുന്നതിനനുസരിച്ച് എന്താണ് താപനില ട്രോപ്പോസ്ഫിയറിൽ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഉയരത്തിനനുസരിച്ച് എന്താണ് വായുവിന്റെ സാന്ദ്രതയും ട്രോപ്പോസ്ഫിയറിൽ കുറഞ്ഞു വരുന്നു. 90% വാതകങ്ങൾ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ട്രോപ്പോസ്ഫിയറിലാണ് 90% വാതകങ്ങളും സ്ഥിതി ചെയ്യുന്നത്. ഭൂരിഭാഗം ജലബാഷ്പങ്ങളും എന്താണ് ഈ അന്തരീക്ഷത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ കാലാവസ്ഥാ വ്യതിയാനങ്ങളെല്ലാം എന്താണ് ട്രോപ്പോസ്ഫിയറിലാണ് സംഭവിക്കുന്നത്. താപനില കുറയുന്നത്, അതായത് ഈ നമ്മൾ പറഞ്ഞില്ലേ താപനില കുറവാണെന്ന്, ഈ താപനില കുറയുന്നത് നിലനിർത്തുന്നതിന് എന്താണ് നമ്മൾ ട്രോപ്പോപോസ് എന്നാണ് വിളിക്കുന്നത്. താപനില 58 ഡിഗ്രി വരെ എന്താണ് ട്രോപ്പോസ്ഫിയറിൽ കുറവായിരിക്കും എന്നറിയാം. അപ്പൊ നമ്മൾ ട്രോപ്പോസ്ഫിയറിൽ ഇത്രയും കാര്യങ്ങളാണ് നോക്കിയത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സ്ട്രാറ്റോസ്ഫിയർ ആണ് കേട്ടോ. എന്താണ് സ്ട്രാറ്റോസ്ഫിയർ? അടുത്തത് സ്ട്രാറ്റോസ്ഫിയർ ആണ് നോക്കുന്നത്. എന്താണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് നോക്കാം കേട്ടോ. സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത് അന്തരീക്ഷത്തിന്റെ രണ്ടാമത്തെ പാളിയാണ്. നമ്മൾ ആദ്യത്തെ പാളി പറഞ്ഞു ട്രോപ്പോസ്ഫിയർ ആണ് അന്തരീക്ഷത്തിന്റെ ഫസ്റ്റ് പാളി എന്ന് പറഞ്ഞു. സ്ട്രാറ്റോസ്ഫിയർ ആണ് അന്തരീക്ഷത്തിന്റെ രണ്ടാമത്തെ പാളിയായിട്ട് വരുന്നത്. ഇത് ട്രോപ്പോപോസ് മുതൽ നമ്മൾ പറഞ്ഞല്ലേ, ട്രോപ്പോപോസ് എന്തായിരുന്നു താപനില കുറയുന്നത് നിലനിർത്തുന്നതിനുള്ളതാണെന്നാണ് ട്രോപ്പോപോസ് എന്ന് പറയുന്നത്. നമ്മൾ സ്ട്രാറ്റോസ്ഫിയറിലേക്ക് വരുന്നപ്പോ എന്താണ് ട്രോപ്പോപോസ്, അതായത് ട്രോപ്പോപോസ് മുതൽ ഏകദേശം 50 കിലോമീറ്റർ വരെ നീളുന്നതാണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. ട്രോപ്പോസ്ഫിയർ മുതൽ എന്താണ് ട്രോപ്പോപോസ് മുതൽ 50 കിലോമീറ്റർ വരെ നീളുന്നതാണ് എന്താണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പം അന്തരീക്ഷത്തിന്റെ രണ്ടാമത്തെ പാളിയാണിത്. അന്തരീക്ഷത്തിന്റെ രണ്ടാമത്തെ പാളിയാണ് ട്രോപ്പോപോസ് മുതൽ, അത് ഓർത്ത് വെക്കണം, ട്രോപ്പോപോസ് മുതൽ 50 കിലോമീറ്റർ വരെ 50 കിലോമീറ്റർ വരെ നീളുന്നതാണ് എന്താ സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിന്റെ രണ്ടാമത്തെ പാളിയാണ് ട്രോപ്പോപോസ് മുതൽ 50 കിലോമീറ്റർ വരെ നീളുന്നതാണ് എന്താ സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഈ പാളിയിൽ അടങ്ങിയിരിക്കുന്ന ഓസോൺ സൂര്യന്റെ അൾട്രാ വയലറ്റ് വികിരണം ആഗിരണം ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ് ഇതിന്റെ താപനില വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത്. ട്രോപ്പോസ്ഫിയറിൽ എന്താണ് താപനില ഉയരത്തിനനുസരിച്ച് വായുവിന്റെ സാന്ദ്രതയും താപനിലയും കുറയുകയാണ് ചെയ്തതെങ്കിൽ നമ്മുടെ ഈ പാളിയിൽ അടങ്ങിയിരിക്കുന്ന ഓസോൺ സൂര്യന്റെ അൾട്രാ വയലറ്റ് വികിരണം ആഗിരണം ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഇവിടെ താപനില കൂടുതലാണ് കേട്ടോ. സൂര്യന്റെ അൾട്രാ വയലറ്റ് കിരണങ്ങൾ ആഗിരണം ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഇവിടെ താപനില കൂടുതലാണ്. താപനില കൂടുതലാണ് കേട്ടോ. നമ്മൾ ആദ്യത്തെ പാളിയിൽ പറഞ്ഞപ്പം താപനില കുറവായിരുന്നു വന്നത്, രണ്ടാമത്തെ പാളിയിൽ വന്നപ്പോ എന്താണ് താപനില കൂടുതലായിട്ടാണ് നമുക്കിപ്പൊ കാണാൻ പറ്റുന്നത് അല്ലെ. ഓക്കെ, താപനില എന്താണ് 4 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. 58 നമ്മൾ താപനില അപ്പുറത്തെ ഭാഗത്ത്, അതായത് നമ്മുടെ ട്രോപ്പോസ്ഫിയറിന്റെ ഭാഗത്ത് പറഞ്ഞപ്പോ എന്താണ് നമുക്ക് 58 ഡിഗ്രി കുറവായിരിക്കും എന്നാണ് പറഞ്ഞത്. നമുക്ക് ഇതിലേക്ക് സ്ട്രാറ്റോസ്ഫിയറിലേക്ക് വന്നപ്പോഴോ 4 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് എന്താണ് ഇത് വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത് കേട്ടോ. 4 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് ഇത് വർദ്ധിച്ചു വരുന്നു. (4 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് ഇത് വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ,
ഈ പാളി മേഘങ്ങളിൽ നിന്നും അനുബന്ധ കാലാവസ്ഥ പ്രതിഭാസങ്ങളിൽ നിന്നും മുക്തമായിട്ടുള്ള ഒന്നാണ് കേട്ടോ. നമ്മുടെ സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത് അനുബന്ധമായിട്ടുള്ള കാലാവസ്ഥ പ്രതിഭാസങ്ങളിലൊന്നും ബന്ധമുള്ള ആളല്ല. കാലാവസ്ഥാ പ്രതിഭാസങ്ങളിൽ ഉള്ളതല്ല കേട്ടോ. കാലാവസ്ഥാ പ്രതിഭാസങ്ങളിൽ ഉള്ള ഒരാളെ അല്ല. അതിനാൽ എന്താണ്, വലിയ ജെറ്റ് വിമാനങ്ങൾക്കും അനുയോജ്യമായ പറക്കൽ സാഹചര്യങ്ങൾ ഇത് നൽകുന്ന എന്താണ്, നമ്മുടെ ഈ സ്ട്രാറ്റോസ്ഫിയർ ആണ്. അതായത് നമ്മുടെ ഹെലികോപ്റ്ററും പ്ലെയിനും അങ്ങനെയുള്ള ജെറ്റൊക്കെ ഇങ്ങനെ പറക്കുന്നില്ലേ, അതിന്റെ കാരണം എന്താണ്, സ്ട്രാറ്റോസ്ഫിയർ ആണ്. വലിയ വിമാനങ്ങളും ജെറ്റൊക്കെ എന്താണ് പറക്കുന്നത് ഇത് മൂലമാണ്. അപ്പോൾ സ്ട്രാറ്റോസ്ഫിയർ ആണ് നമ്മൾ പറഞ്ഞത്. സ്ട്രാറ്റോസ്ഫിയറിൽ എന്താണ് പറഞ്ഞത്, അന്തരീക്ഷത്തിന്റെ രണ്ടാമത്തെ പാളിയാണ് നമ്മൾ സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറഞ്ഞു. ട്രോപ്പോപോസ് മുതൽ 50 കിലോമീറ്റർ വരെ നീളുന്നതാണ് സ്ട്രാറ്റോസ്ഫിയറിന്റെ എന്താണ് ദൂരം എന്ന് പറയുന്നത്. സൂര്യന്റെ അൾട്രാ വയലറ്റ് കിരണങ്ങൾ ആഗിരണം ചെയ്യുന്നത് കൊണ്ട് എന്താണ്, ഇതിന്റെ താപനില കൂടുതലായിട്ടാണ് വരുന്നത്. 4 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് എന്താണ് ഇത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നത്. കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ എന്താണ്, ഈ ഒരു സ്ട്രാറ്റോസ്ഫിയർ കാലാവസ്ഥാ പ്രതിഭാസങ്ങളിൽ ഉൾപ്പെട്ട ഒന്നല്ല. വലിയ വിമാനങ്ങളും അതേപോലെ തന്നെ എന്താണ് ജെറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സ്ട്രാറ്റോസ്ഫിയറിന്റെ സഹായത്താലാണ് വലിയ വിമാനങ്ങളും ജെറ്റും ഒക്കെ പറക്കുന്നത്. നമ്മുടെ ട്രോപ്പോസ്ഫിയറും സ്ട്രാറ്റോസ്ഫിയറുമാണ് അന്തരീക്ഷത്തിന്റെ പാളികളിൽ നോക്കിയത്. ട്രോപ്പോസ്ഫിയറിൽ വരുമ്പോൾ ഏതൊക്കെയാണ്, അന്തരീക്ഷത്തിന്റെ ആദ്യ പാളിയാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറഞ്ഞു. അന്തരീക്ഷത്തിന്റെ ആദ്യ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ഭൂമധ്യരേഖയിൽ എന്താണ് 18 കിലോമീറ്റർ, ധ്രുവങ്ങളിൽ നിന്നും എന്താണ് 8 കിലോമീറ്ററുമാണ് ഉയരത്തിൽ വരുന്നത്. എന്താണ്, ഭൂമധ്യരേഖയിൽ 18 കിലോമീറ്ററും ധ്രുവങ്ങളിൽ എന്താണ് 8 കിലോമീറ്റർ ഉയരത്തിലുമാണ് ട്രോപ്പോസ്ഫിയർ കാണുന്നത്. ഉയരം കൂടുന്നതിനനുസരിച്ച് എന്താണ് താപനിലയും കുറഞ്ഞു വരുന്നുണ്ട്. ഉയരത്തിനനുസരിച്ച് എന്താണ് വായുവിന്റെ സാന്ദ്രതയും കുറയുകയും 90% വാതകങ്ങളും സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്, ട്രോപ്പോസ്ഫിയറിലാണ്. ഭൂരിഭാഗം ജലബാഷ്പങ്ങളും ഈ അന്തരീക്ഷത്തിൽ എന്താണ് ഉള്ളതുകൊണ്ട് അതുകൊണ്ട് തന്നെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ എന്താണ് ഇവിടെ കൂടുതലായിട്ട് സംഭവിക്കുന്നുണ്ട്. ഇതില് താപനില എന്താണ് കുറയുന്നത് നിലനിർത്തുന്നതിന് എന്താണ് നമ്മൾ ട്രോപ്പോപോസ് എന്നാണ് പറഞ്ഞത്. താപനില 58 ഡിഗ്രി വരെ എന്താണ് കുറഞ്ഞാണ് വരുന്നത്. അതിനുശേഷം നമ്മൾ പറഞ്ഞത് സ്ട്രാറ്റോസ്ഫിയർ ആണ്. അന്തരീക്ഷത്തിന്റെ രണ്ടാമത്തെ പാളിയാണ് എന്താണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിന്റെ രണ്ടാമത്തെ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ ആയിട്ട് വരുന്നത്. ട്രോപ്പോപോസ് മുതൽ 50 കിലോമീറ്റർ വരെയാണ് എന്താണ് സ്ട്രാറ്റോസ്ഫിയർ നീണ്ടുപോകുന്നത്. സൂര്യന്റെ അൾട്രാ വയലറ്റ് കിരണങ്ങൾ ആഗിരണം ചെയ്യുന്നത് കൊണ്ട് എന്താണ് താപനില സ്ട്രാറ്റോസ്ഫിയറിൽ കൂടുതലായിട്ടാണ് കാണുന്നത്. 4 ഡിഗ്രി സെൽഷ്യസ് വരെ എന്താണ് ഇത് വർദ്ധിച്ചു വരികയും കാലാവസ്ഥാ പ്രതിഭാസങ്ങളിൽ എന്താണ് ഈ ഒരു സ്ട്രാറ്റോസ്ഫിയറിന്റെ ബന്ധം ഉള്ള ഒരു കാര്യവും അല്ല. വലിയ വിമാനങ്ങളും അതേപോലെ തന്നെ എന്താണ് ജെറ്റും പറക്കുന്നത്, അതായത് ഇങ്ങനെയുള്ള പറക്കൽ കാര്യങ്ങളല്ല വരുന്നത് എന്താണ് സ്ട്രാറ്റോസ്ഫിയർ മൂലമാണ് വരുന്നത്. അപ്പൊ നമ്മള് അന്തരീക്ഷത്തിന്റെ പാളികളിൽ ട്രോപ്പോസ്ഫിയറും സ്ട്രാറ്റോസ്ഫിയറുമാണ് നമ്മൾ കണ്ടത്. ഇനി നമുക്ക് ഏതൊക്കെയാണ് നോക്കാനുള്ളത്, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ, ഈ 3 കാര്യങ്ങളാണ് ഇനി നോക്കാനുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.